വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പരാമർശത്തിൽ കോൺഗ്രസും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. വെള്ളാപ്പള്ളി പറഞ്ഞത് മോശമായി പോയി, ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണെന്നായിരുന്നു KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ പ്രതികരണം. പറഞ്ഞത് മോശമായി പോയി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. വെള്ളാപ്പള്ളിയെ പോലുള്ളൊരു വലിയൊരാൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹം പലപ്പോഴും കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ പല നല്ല അഭിപ്രായങ്ങളും പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇതൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കമൻ്റായി മാറിപ്പോയി എന്ന് ഞങ്ങൾക്കും ഫീലുണ്ട്. വെള്ളാപ്പള്ളിക്കെതിരെ നിയമ നടപടിയെടുക്കേണ്ട സമയം അതിക്രമിച്ചെന്ന് AP അനിൽകുമാർ MLAയും വിമർശിച്ചു. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. മലപ്പുറം ജില്ലയിലെ മതസൗഹാർദ്ദം തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവവും ആസൂത്രിതമായൊരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. കേരളത്തിലെ മുഖ്യമന്ത്രി നിരന്തരം വെള്ളാപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രസ്താവനകൾക്ക് മുമ്പിൽ മൗനം പാലിക്കുകയാണ്. നിയമ നടപടികൾ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. റോഷിപാൽ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് റോഷിപാൽ. വെള്ളാപ്പള്ളി നടേശൻ നേരത്തെയും വിവാദ പരാമർശങ്ങൾ പലതും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ സമുദായങ്ങളെ തമ്മിൽ വിഭജിച്ചുകൊണ്ട് മലപ്പുറത്ത് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അതൊരു പ്രത്യേക രാജ്യം, പ്രത്യേക സംസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് SNDPയുടെ ഒരു യൂണിയന്റെ പരിപാടിയിലാണ് ഇതെല്ലാം എടുത്തു പറയുന്നത്. അവിടെ ഒരു സ്കൂളോ കോളേജോ ഒന്നും തുടങ്ങാൻ പിന്നോക്ക വിഭാഗക്കാർക്ക് കഴിയുന്നില്ല. അവിടെയുള്ള എല്ലാ വിഭവങ്ങളും അവിടെയുള്ള എല്ലാ വിഭവങ്ങളും മുസ്ലിം വിഭാഗത്തിന്റെ കയ്യിലാണ് എന്നത് അദ്ദേഹം അവിടുത്തെ ഒരു സാമ്പത്തികാവസ്ഥയും എല്ലാം എടുത്തു വെച്ചാണ് പറയുന്നത്. ഇതിനെ എങ്ങനെയാണ് UDFന്റെ കോട്ടയായ മലപ്പുറത്ത് കോൺഗ്രസ് നോക്കിക്കാണുന്നത്? സുജയ, വെള്ളാപ്പള്ളി നടേശന്റെ ഇന്നത്തെ വിവാദ പ്രസ്താവനയെ ശക്തമായി എതിർക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. അതുതന്നെയാണ് KPCC അധ്യക്ഷൻ കെ സുധാകരനും ഒപ്പം ആ ജില്ലയിൽ തന്നെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് AP അനിൽകുമാറും ആ വിഷയത്തിൽ ആദ്യം തന്നെ പ്രതികരിക്കാൻ തയ്യാറായതും. ഒന്ന്, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇനി അധികകാലമില്ല, തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ മലപ്പുറത്ത് ഭിന്നത, അത് ഒരു വർഗീയത കൂടുതൽ ശക്തമായി ആ ഒരു വർഗീയ ചിന്താഗതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രസ്താവനയായി കാണുന്നു. ആ ഭിന്നതയുണ്ടാക്കി അത് മുതലെടുക്കാനുള്ള നീക്കം ചില ഭാഗങ്ങളിൽ നടക്കുന്നു. അതിന് കൂടുതൽ ശക്തി പകരുന്നതാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഈ പ്രസ്താവന എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. അതുകൊണ്ട് തന്നെയാണ് ശക്തമായി വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായി വിമർശിച്ചില്ലെങ്കിൽ പോലും പറഞ്ഞത് തെറ്റാണെന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണ കോൺഗ്രസും സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശനെ പിണക്കാതെ അത് പറഞ്ഞത് തെറ്റായി എന്ന രീതിയിലാണ് കെ സുധാകരൻ പ്രതികരിച്ചത്. മോശമായി പോയി എന്ന വാക്കാണ് കെ സുധാകരൻ ഈ കാര്യത്തിൽ പറഞ്ഞത്. മറ്റു നേതാക്കളൊന്നും പ്രതികരിച്ചില്ല. എങ്കിൽ പോലും കോൺഗ്രസിന്റെ ആശങ്ക ഇതാണ്, വെള്ളാപ്പള്ളിയെ തുറന്നെതിർക്കാൻ പ്രത്യേകിച്ചും SNDPയുടെ വോട്ട് അത് UDFനും വേണം, LDFനും വേണം. അപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറിയാണ് ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തുറന്നെതിർക്കാൻ CPIMനായാലും LDFനായാലും UDFനായാലും കുറച്ചൊരു മടിയുണ്ടാകില്ലേ? സുജയ, അത് കൃത്യമാണ്. അതുകൊണ്ടാണ് പരസ്യമായി വിമർശനം, അത് വളരെ ദുർബലമായ വിമർശനമായി തന്നെ KPCC അധ്യക്ഷന്റെ വിമർശനത്തെ കാണേണ്ടി വരും. അത് മോശമായി പോയി എന്ന വാക്കാണ് ഉപയോഗിച്ചത്. സാധാരണഗതിയിൽ ഈ തരത്തിലൊരു പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ അതിരൂക്ഷമായ പ്രതികരണമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. പക്ഷേ അത് തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ ദുർബലമായ വിമർശനത്തിൽ ഒതുക്കുമ്പോഴും കോൺഗ്രസിന് ആശങ്കയുണ്ട് ഈ കാര്യത്തിൽ. ഇത്തരം നിലപാട് SNDP, അതായത് വേറൊരു മതത്തെ കുറിച്ച് പറയുന്നതല്ല, ഈഴവർ വോട്ട് ചെയ്യാൻ വേണ്ടി വോട്ട് കുത്തി യന്ത്രങ്ങളാണ്, വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവരാണ്, അവരെ അവിടെ മറ്റൊരു രീതിയിലും പരിഗണിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നത് കൃത്യമായ സൂചനകളാണ്.